ജില്ലയെ ആശങ്കയിലാഴ്ത്തി വീണ്ടും കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. താനാളൂരിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. KL11 രജിസ്ട്രേഷനുള്ള നീല ഓമ്നി വാനിലാണ് സംഘം എത്തിയതെന്ന് കുട്ടി മൊഴി നൽകി കഴിഞ്ഞു. താഴെയിട്ട മൊബൈൽ ഫോൺ എടുത്തു നൽകാൻ ആവശ്യപ്പെട്ടാണ് തന്നെ പിടികൂടാൻ ശ്രമിച്ചതെന്നാണ് കുട്ടി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന വാർത്ത ജില്ലയിൽ വ്യാപകമായ ആശങ്ക സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് വീണ്ടും ഇതേ സാഹചര്യത്തിൽ മറ്റൊരു വാർത്ത താനാളിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന വാർത്ത പ്രചരിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് ഒരു വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു സംഘം ശ്രമിച്ചത്. ആ കുട്ടി നമ്മോടൊപ്പമുണ്ട്. നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് കുട്ടിയോടൊന്ന് ചോദിച്ചറിയാം. എന്താ സംഭവിച്ചത്? സ്കൂളിൽ പോകുമ്പോൾ ഒരു ഫോൺ അവിടെ നിലത്തിട്ട് കണ്ട് എടുക്കാൻ പറഞ്ഞു. എടുത്തെടുത്തപ്പോലെ കൈ പൊടിച്ച് വെച്ചുകൊണ്ട് കൈ ഉള്ളിൽ വലിച്ചുകൊണ്ട് പറഞ്ഞ് ബാഗ് പിടിച്ചുകൊണ്ട് വലിച്ച് ബാഗ് കൊണ്ടുപോയി. എങ്ങനെ രക്ഷപ്പെട്ടത്? ഒരു ഓട്ടോറിക്ഷ വരുമ്പോൾ അത് കണ്ടപ്പോലെ വിട്ട്. എത്ര പേരുണ്ടായിരുന്നു? 2 ആള്. അവര് എന്താണ് നിന്നോട് പറഞ്ഞത്? ഫോൺ എടുക്കാൻ പറഞ്ഞുകൊണ്ട് പിന്നെ പറഞ്ഞു. ഏത് വണ്ടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്? അവര് വാനില് നീല. വളവന്നൂർ ബാഫക്കി യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിയാണ് ഈ 15-കാരൻ. കാലത്ത് 8:30 വീടായ തറയിൽ നിന്നും ബസ്സിൽ കയറാനായി ചുങ്കത്തേക്ക് വരുന്നതിനിടെ ഇസ്ലാഹി നഴ്സറി സ്കൂളിന് സമീപിച്ച് എതിരെ വന്ന ഒമിനി വാൻ നിർത്തുകയും ഈ വാഹനത്തിലുണ്ടായിരുന്ന ഒരാൾ മൊബൈൽ ഫോൺ താഴേക്കിടുകയും ചെയ്തു. തന്നോട് അത് എടുത്തു തരാൻ ആവശ്യപ്പെട്ടതായും ഇതേസമയം കാറിലുണ്ടായിരുന്ന ഒരാൾ തന്നെ പിടിച്ച് വാഹനത്തിൽ കയറ്റാൻ ശ്രമിച്ചതായും വിദ്യാർത്ഥി പറഞ്ഞു. പിന്നെ ഈ വിദ്യാർത്ഥിയും വാനിലെത്തിയ സംഘവും തമ്മിൽ പിടിവലി നടക്കുകയും ഇതേസമയം ഒമനി വാനിന്റെ പിറകിൽ നിന്നും ഓട്ടോ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തന്നെ മതിലിലേക്ക് തള്ളിവിട്ട് കാറിലുണ്ടായിരുന്ന സംഘം രക്ഷപ്പെട്ടതായും വിദ്യാർത്ഥി പറഞ്ഞു. ഒരു ബാഗ് പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് കൈ ആദ്യം പിടിച്ചുകൊണ്ട് വലിച്ചപ്പോ ബാഗ് അവിടെ ഞാൻ വീണപ്പോൾ ബാഗ് ഇട്ടാണ്ട് പോയി. മതിലിൽ ഇടിച്ചതിനെ തുടർന്ന് കുട്ടിക്ക് മുതുകിന് പരിക്കേറ്റിട്ടുണ്ട്. ആദ്യം തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തട്ടിക്കൊണ്ടുപോകൽ സംഘവുമായുള്ള മൽപ്പിടുത്തത്തിനിടെ വിദ്യാർത്ഥിയുടെ ബാഗും ഒമനി വാനിൽ നഷ്ടപ്പെട്ടു. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തന്നെ കടത്തിക്കൊണ്ടുപോകാൻ വന്നത് കൂളിംഗ് സ്റ്റിക്കർ പതിച്ച നീല ഒമനി വാനാണെന്നും വാഹനത്തിലുണ്ടായിരുന്നവർ തമിഴ് കലർന്ന മലയാളമാണ് സംസാരിച്ചിരുന്നതെന്നും വിദ്യാർത്ഥി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. KL11 എന്ന നമ്പർ മാത്രമാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്നും കുട്ടി കൂട്ടിച്ചേർത്തു. കന്മനത്തും എടക്കുളത്തും വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന വാർത്തയിൽ ആശങ്കയിലായ രക്ഷിതാക്കൾക്കിടയിലേക്കാണ് താനാളൂരിലും വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന വാർത്ത പരന്നത്. ഈ വാർത്ത നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ഏവരെയും ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കുന്ന കാര്യത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം സുലൈഖ ആരോപിച്ചു. ശ്രമിക്കുന്നു. പോലീസ് അന്വേഷിക്കുന്ന പ്രതികളെ പിടികൂടാൻ കഴിയുന്നില്ല. എന്താണ് അതേക്കുറിച്ച്? പോലീസിന്റെ ഒരു അനാസ്ഥയായിട്ടാണ് നമ്മളത് കാണുന്നത്. അങ്ങനെ ഇതിലത്തെ കണ്ണികളെ പിടിച്ചാല് ഒരു 2 ആളെ പിടിച്ചാല് ബാക്കിയുള്ളവരും കിട്ടുമെന്നാണ് ഞങ്ങളൊക്കെ അങ്ങനെയാണ് വിചാരിക്കുന്നത്. കാര്യക്ഷമമല്ലാത്തൊരു അന്വേഷണമാണോ ആണ് നമ്മളെ മനസ്സിലുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ ഇതില് കുറച്ചാൾക്കാരെങ്കിലും പിടിക്കൂലേ? താനാളൂർ പഞ്ചായത്തിലെ ചുങ്കം ഓട്ടുചോല പീടിക റോഡാണിത്. ഏതാണ്ട് ഇപ്പൊ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ആ കുട്ടിയുടെ വീട്ടിൽ നിന്നും ഏതാണ്ട് 1/2 കിലോമീറ്റർ മാത്രമാണ് ഈ പ്രദേശത്തേക്ക് ദൂരമുള്ളത്. ഇവിടെ വെച്ചാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായി പറയപ്പെടുന്നത്. ഇവിടെ വെച്ച് കുട്ടി 8:30 നടന്നു വരുന്നതിനിടയിൽ എതിർദിശയിൽ നിന്നും ഒമനി വാൻ സമീപത്ത് നിർത്തി കുട്ടിയോട് താഴെ വീണ മൊബൈൽ ഫോൺ എടുത്തുവരാൻ ആവശ്യപ്പെടുകയും കുട്ടി വാഹനത്തിന്റെ അടുത്തെത്തിയപ്പോൾ ഫ്രണ്ടിന്റെ ഡോറ് തുറന്ന് കുട്ടിയെ പിടിക്കുകയുമായിരുന്നു എന്നാണ് വിദ്യാർത്ഥി നമ്മോട് പറഞ്ഞത്. ഈ പിടിവലിക്കിടയിൽ കുട്ടിക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. കുട്ടി സമീപത്തെ മതിലിലേക്ക് ഇടിച്ചു വീണു എന്നാണ് പറയുന്നത്. കുട്ടിക്ക് സാരമായി പരിക്കേറ്റു എന്നാണ് കുട്ടി നമ്മോട് ഇപ്പോൾ പറഞ്ഞത്. കുട്ടി ഇപ്പോൾ വീട്ടിൽ ചികിത്സയിലാണ്. താനാളിൽ നിന്നും സലീം തണ്ണിച്ചാൽ, മലബാർ.